ദ ജേർണലിസ്റ്റിലേക്ക് ഓണക്കാലത്ത് കോടികളുടെ ഓഫറുകളുമായി ഉപഭോക്താക്കളെ വലയിലാക്കാൻ പറന്ന് നടക്കുകയാണ് നിരവധി ബ്രാൻഡുകൾ, നിരവധി സ്ഥാപനങ്ങൾ. ഇതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് മൈജി തന്നെയാണ്. TV തുറന്നാൽ, ഓൺലൈൻ തുറന്നാൽ, യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ, എന്തിന് മൊബൈൽ ഫോൺ എടുത്താൽ പോലും മൈജിയുടെ പരസ്യത്തിൻ്റെ തള്ളിക്കയറ്റമാണ്. വെറുപ്പിക്കുന്ന രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു മൈജിയുടെ പരസ്യം കൊടുപ്പ്. അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്, ബിസിനസ്സിൻ്റെ ഭാഗമാണ്, അവരത് ചെയ്തോട്ടെ. പക്ഷേ ഇങ്ങനെയൊക്കെ ജനങ്ങളെ വെറുപ്പിക്കാമോ ഷാജി ചേട്ടാ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം അത്രത്തോളം അസഹനീയമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ടൊവിനോ തോമസിനെയും മഞ്ജു വാര്യരെയും ഒക്കെ അണിനിരത്തി വലിയ പരസ്യം, കോടികളുടെ പരസ്യം ചെയ്തിട്ട് ഈ വരുന്ന ആളുകളെ മുഴുവൻ ആ പരസ്യത്തിന് വിരുദ്ധമായി പല രീതിയിൽ പറ്റിക്കുകയാണ്. നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തിന് ബുദ്ധിമുട്ടി പൊല്ലാപ്പിന് പോകണം എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്. ഇതാണ് ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളുടെ ധൈര്യം. കൂടുതൽ പരസ്യം നൽകി, കൂടുതൽ ഓഫറുകൾ നൽകി ആളുകളെ കടകളിലേക്ക് ആകർഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ പറയുന്ന ഓഫറുകൾ അവർക്ക് നൽകുക കൂടി വേണം. മൈജി വീണ്ടും ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ്. ഉപഭോക്താക്കളെ പരസ്യം നൽകി പറ്റിച്ചു എന്നാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള സംഗതി. അതിൻ്റെ ഉടമ ഷാജി എന്ന് പറയുന്നയാൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ ഫുൾ പടം കൊടുത്ത് ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ അതേ സമയത്ത് തന്നെയാണ് മലപ്പുറം ഉപഭോക്തൃ കോടതിയിൽ നിന്ന് മൈജിക്കെതിരെ ഒരു വിധി ഉണ്ടാകുന്നത്. മൊബൈൽ ഫോൺ വാങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായി കുറച്ച് സമ്മാനങ്ങൾ കിട്ടുമെന്നുള്ള പരസ്യം കണ്ടിട്ട് ഒരു പാവം അവിടെ ചെന്ന് മൊബൈൽ ഫോൺ വാങ്ങി ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിച്ചത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചപ്പോൾ 5000 രൂപയുടെ ഓഫർ കിട്ടി. അത് സ്വാഭാവികമായി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താൽ 2000, 3000, 4000, 5000 രൂപയ്ക്ക് നമുക്ക് കുറച്ച് കിട്ടും. അത് ചിലപ്പോൾ ബാങ്കിൻ്റെ ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഓഫർ ആയിരിക്കാം. ഒരിക്കലും സ്ഥാപനം നൽകുന്ന ഓഫർ അല്ലത്. അങ്ങനെ ഒരു കിഴിവ് ക്രെഡിറ്റ് കാർഡ് വഴി ഉപഭോക്താവിന് കിട്ടിയത് കൊണ്ട് ആ ഉപഭോക്താവിന് മൈജി പരസ്യത്തിൽ ഉറപ്പ് കൊടുത്ത സമ്മാനങ്ങളൊന്നും നൽകാൻ കഴിയുന്നില്ല എന്ന് മൈജി പറഞ്ഞു. പിന്നെയും കുറച്ച് കാര്യങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അവിടെ. അതേക്കുറിച്ചെല്ലാം എറണാകുളം ഉപഭോക്തൃ കോടതിയിലെ പ്രഗത്ഭ അഭിഭാഷകനായ അഡ്വക്കേറ്റ് KB മോഹനൻ നമ്മളോട് വിശദീകരിക്കും. അത് പ്രേക്ഷകരെ കണ്ടിട്ട് വിലയിരുത്തുക. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. 25 കോടിയുടെ സമ്മാനങ്ങളാണ് മൈജി ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലുള്ള ഓഫറുകൾ പല കമ്പനികളും പല സ്ഥാപനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജനങ്ങളെ, ഉപഭോക്താക്കളെ സന്തോഷിപ്പിക്കാനും സേവിക്കാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇക്കണ്ട കോടാനുകോടികളുടെ പരസ്യങ്ങൾ ഈ മാധ്യമങ്ങളിൽ നൽകുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ കടയുടെ മുന്നിൽ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ട് ഈ പരസ്യം കൊടുക്കാനുള്ള ചെലവ് അത് ഉപഭോക്താക്കൾക്ക് വിലക്കിഴിവായി നൽകിയാൽ പോരെ എന്നുള്ളതാണ്. നിങ്ങൾ പരസ്യത്തിന് ചെലവാക്കുന്ന പണം ഉപഭോക്താക്കൾക്ക് നൽകാൻ തീരുമാനിക്കുകയാണെങ്കിൽ, വിലക്കുറവായി നൽകാൻ തീരുമാനിക്കുകയാണെങ്കിൽ വലിയ തോതിൽ നിങ്ങളുടെ കടകളിലേക്ക് ആളുകൾ ഇരച്ചെത്തും. പക്ഷെ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് ഈ നാട്ടിൽ നിയമമുണ്ട്. പക്ഷെ മൈജി ചെയ്യുന്നത് എന്താണ്? മൈജിക്കെതിരെ ഇത് രണ്ടാമത്തെ കോടതി വിധിയാണ്, ഉപഭോക്തൃ കോടതി വിധിയാണ്. അതായത് പരസ്യം വ്യാപകമായി കൊടുക്കുന്നു, നിങ്ങൾക്ക് ഓഫർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുന്ന ഒരുപാട് ഉപഭോക്താക്കൾ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, ഈ പരസ്യമൊക്കെ കണ്ട് നമ്മൾ രാവിലെ തന്നെ കുടുംബവുമായി അവിടെ ചെല്ലുമ്പോൾ അവർ പറയുക, അയ്യോ ഈ ഓഫറിൽ പറഞ്ഞ സാധനം തീർന്നു പോയല്ലോ. ഒന്നുകിൽ വേറൊരു സാധനം തലയിൽ പിടിപ്പിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം പറഞ്ഞ വിലയേക്കാൾ, അത് പരസ്യത്തിൽ കണ്ടതിനേക്കാൾ കൂടിയ വിലയ്ക്ക് നൽകും. സത്യം പറഞ്ഞാൽ ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുകയാണ്. പിന്നെ വരുന്നൊരു കേസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ്. അതായത് മൈജിയുടെ ഷോറൂമിൽ ചെല്ലുന്നു, ആ ഓഫർ കിട്ടുമെന്ന് വിചാരിച്ച് ചെല്ലുന്നു, ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പേ ചെയ്യുമ്പോൾ ഇവർ പറയുകയാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പേ ചെയ്തതാണ്, നിങ്ങൾക്ക് ഓഫർ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കുക, അതായത് ഓഫർ ചെയ്യപ്പെട്ട സമ്മാനങ്ങൾ നൽകാൻ പറ്റില്ല എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കുക എന്താണ് തട്ടിപ്പ് എന്ന്. അതുപോലെ കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉപഭോക്താവ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഇയാൾ ഓഫർ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂമിൽ ചെന്നപ്പോൾ അവിടെ ഓഫറില്ല, മറ്റു ചില ഷോറൂമിൽ വേറൊരു ഓഫർ. അതായത് പത്രത്തിൽ എല്ലാ സ്ഥാപനങ്ങൾക്കുമുള്ള ഓഫർ, മൈജിയുടെ ഷോറൂമുകൾക്കുമുള്ള ഓഫർ എന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തിട്ട് പല ഷോറൂമുകളിൽ ചെല്ലുമ്പോഴും പല തരത്തിലുള്ള ഓഫറുകളാണ് പറയുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലയിടങ്ങളിൽ ആ ഓഫർ ഉണ്ടാവും, ചിലയിടത്ത് അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ടൊവിനോ തോമസിനെയും മഞ്ജു വാര്യരെയും ഒക്കെ അണിനിരത്തി വലിയ പരസ്യം, കോടികളുടെ പരസ്യം ചെയ്തിട്ട് ഈ വരുന്ന ആളുകളെ മുഴുവൻ ആ പരസ്യത്തിന് വിരുദ്ധമായി പല രീതിയിൽ പറ്റിക്കുകയാണ്. അതാണ് ഇങ്ങനെയുള്ള കോടതി വിധികൾ വരുന്നത്. ഇങ്ങനെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങളൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ റൈറ്റ്, നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, ഇത്തരം നിങ്ങളെ പറ്റിക്കുന്ന കമ്പനികളെ മുട്ടുകുത്തിക്കാൻ, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടാൻ സകല വകുപ്പുകളും നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അഡ്വക്കേറ്റ് KB മോഹൻ സാറ് പറയുന്നത് നിങ്ങളൊന്ന് ശരിക്ക് കേൾക്കുക, പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക.
എന്നിട്ട് സ്വയം ഇരുന്നൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഇതുപോലെ പറ്റിക്കപ്പെടുന്നുണ്ടോ, പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളെ പറ്റിക്കാൻ യുവമാരെ അനുവദിക്കരുത്. ഈ വീഡിയോ മുഴുവനായി കാണണം, പരമാവധി ആളുകളിലേക്ക് എത്തണം. ജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന വീഡിയോയാണ്, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോയാണ്. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ദയവായി അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കെ ബി മോഹൻ സാറിൻ്റെ വീഡിയോ പ്ലേ ചെയ്യും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്, ജൂലൈ 15-ാം തീയതി. സംഭവം ഇങ്ങനെയാണ്. മൈജിയുടെ ഒരു പരസ്യം കഴിഞ്ഞ കൊല്ലം ഓണക്കാലത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ പേജിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന ഓഫർ ഇതാണ്: 20,000 രൂപ മുതൽ 39,999 രൂപ വരെയുള്ള സാധനങ്ങൾ വാങ്ങിയാൽ ഉപഭോക്താവിന് പെഡസ്റ്റൽ ഫാൻ, മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ സ്പീക്കർ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു സാധനം സൗജന്യമായി ലഭിക്കുമെന്നായിരുന്നു ഓഫർ. എന്നാൽ ഒരു ഉപഭോക്താവ് അദ്ദേഹം ഏതാണ്ട് 30,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ ഈ കടയിൽ നിന്ന് വാങ്ങുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് ഈ ഓഫറിൽ പറഞ്ഞിട്ടുള്ള, ഈ പത്രപരസ്യത്തിൽ പറഞ്ഞിട്ടുള്ള സൗജന്യ സമ്മാനം ഒന്നും തന്നെ ലഭിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഈ കടയിലെ ഷോറൂമിൽ നേരിട്ട് സംസാരിച്ചുവെങ്കിലും അവർ ഈ സമ്മാനങ്ങൾ നൽകുവാൻ തയ്യാറായില്ല. ഇതിൽ വിഷമം ഉണ്ടായ ഉപഭോക്താവ് നേരിട്ട് മലപ്പുറം ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. അവസാനം കോടതി നടപടികളും മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു. ഈ ഒരു കൊല്ലം കഴിഞ്ഞ മാസം ജൂലൈ 15-ാം തീയതി ഈ ഉപഭോക്താവിന് ഏതാണ്ട് 20,000 രൂപ നഷ്ടപരിഹാരവും ഈ പരസ്യത്തിൽ പറഞ്ഞുള്ള ഗിഫ്റ്റ് സൗജന്യ സമ്മാനമായിട്ടും 5,000 രൂപ കോടതി ചെലവ് നൽകുവാനും കോടതി ഉത്തരവ് ലഭിക്കുകയുണ്ടായി. ഞാൻ ഈ പ്രശ്നം പറയുവാൻ കാരണം മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉപഭോക്തൃ നിയമപ്രകാരം തെറ്റാണ്. അതിലെ ഉപഭോക്താക്കൾ പ്രതികരിക്കണം. സാധാരണയായിട്ട് ഉപഭോക്താക്കൾ ഇത്തരം പരസ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് പതിവ്. നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തിന് ബുദ്ധിമുട്ടി പൊല്ലാപ്പിന് പോകണം എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്. ഇതാണ് ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളുടെ ധൈര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്തൃ കോടതിയിലെ ചിലവ് കുറഞ്ഞ മാർഗമാണ് ഉപഭോക്തൃ കോടതി. ഈ ഉപഭോക്തൃ കോടതിയെ സമീപിക്കേണ്ടതാണ്. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഊന്നി പറയുകയാണ്. ഈ സംഭവം കഴിഞ്ഞ മാസം CC 721/2024 എന്ന കേസിൽ പെട്ട ഉത്തരവാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കേസിലെ ഉത്തരവിൽ എല്ലാ കാര്യങ്ങളും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾ മാത്രം, ഈ സ്ഥാപനം മാത്രമല്ല, മറ്റ് പല സ്ഥാപനങ്ങളും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഓഫർ നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആളുകൾ ഇങ്ങനെ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഉപഹാരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യം കൂടി ഞാൻ ഇതിൽ ഊന്നി പറയുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു വ്യാപാര സ്ഥാപനം മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഉപഭോക്തൃ നിയമം 2019 വയലേഷനാണ്. തീർച്ചയായിട്ടും നടപടി ഉപഭോക്തൃ കോടതിയിൽ പരാതി കൊടുത്താൽ ഉണ്ടാകും. അതിന് ഉപഭോക്താക്കൾ തയ്യാറായിരിക്കുക. ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് അതിൽ വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് വന്നാൽ മാത്രമേ അത് നന്നാക്കി തരികയുള്ളൂ എന്നൊരു ശാഠ്യ നിലപാട് കമ്പനികൾ എടുക്കാൻ പാടുള്ളതല്ല. കാരണം അവർക്ക് എപ്പോഴും ഒരു മാനുഫാക്ചറർക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി എപ്പോഴും നിലനിൽക്കും. കൺസ്യൂമർ ആക്ട് പ്രകാരം മാനുഫാക്ചർക്ക് ഒരു ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ ആണ് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അത് ആ വാറണ്ടി കണ്ടീഷൻസ് അനുസരിച്ച് അത് റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത മാനുഫാക്ചർക്ക്, അതായത് ഈ സാധനം ആരാണോ ഉൽപ്പാദിപ്പിച്ചത് അവർക്കാണുള്ളത്. അത് ഡീലർ ഒരു രണ്ടാം കക്ഷിയാണ്. അയാളുടെ കടയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങി എന്നതല്ലാതെ അത് നന്നാക്കി കൊടുക്കാൻ, റിപ്പയർ ചെയ്ത് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ ഡീലർക്കില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്യുവാൻ വേണ്ടി സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നം നിർമ്മിച്ച കമ്പനിയുടെ
റെപ്രസെൻറ്റേറ്റീവാണ്. ഈ സർവീസ് സെൻറ്റർ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ആയിരിക്കും, ആരാണോ ഈ ഉൽപ്പന്നം നിർമ്മിച്ച ആ കമ്പനിക്കായിരിക്കും ഉത്തരവാദിത്തം, കടയ്ക്കായിരിക്കില്ല. വ്യാപാര സ്ഥാപനം ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നു എന്നതല്ലാതെ അവർക്ക് നന്നാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ സ്ഥാപനത്തിനില്ല. പക്ഷേ ഈ കമ്പനി ആരാണോ ഇത് ഉണ്ടാക്കിയത് ആ കമ്പനിക്ക് ഇത് നിയമപരമായിട്ടുള്ള എല്ലാ ബാധ്യതയും ഉണ്ടാകും. അതുപോലെ ഈ കമ്പനിയുടെ ചില സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഈ പ്രൊഡക്റ്റിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അത്തരമൊരു കണ്ടീഷനിലും ഈ സ്പെയർ പാർട്സ് അവൈലബിൾ ആകേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കുണ്ട്. ഈ സാധനം ഇപ്പോൾ മോഡൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് സ്പെയർ പാർട്സ് അവൈലബിൾ അല്ല എന്ന് പറയും. പക്ഷേ ഒരു സാധനം നമ്മൾ 10,000-40,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനൊരു ഒരു കംപ്ലയിൻറ്റ് വന്നു. ആ കംപ്ലയിൻറ്റ് നമ്മൾ ശരിയാക്കാൻ വേണ്ടി നമ്മൾ സ്പെയർ പാർട്സ് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കമ്പനി ഈ സ്പെയർ പാർട്സിൻ്റെ ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരമുള്ള ഒരു വ്യാപാര തന്ത്രങ്ങൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അപ്പോൾ ഒരു അടുത്തൊരു 10 കൊല്ലത്തേക്ക്, അതായത് 2025 നിങ്ങളൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2035 വരെ 2010 കൊല്ലമെങ്കിലും ഇത്തരം കമ്പനികൾ അവരുടെ സ്പെയർ പാർട്സ്, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സ്പെയർ പാർട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുവാനുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കേണ്ടതാണ്. അത്തരം നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് ഉപഭോക്തൃ നിയമപ്രകാരം അത് നിയമവിരുദ്ധമാണ്. ഉപഭോക്താക്കൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഓണക്കാലം ഇങ്ങെത്തി. ഓണക്കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യാപാര സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നറുക്കെടുപ്പ് സ്കീമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അവരുടെ കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നറുക്കെടുക്കുമെന്നും ആ ഈ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി നിങ്ങൾക്ക് നല്ല നല്ല സാധനങ്ങൾ, അതായത് ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ മറ്റേ ഗ്രൈൻഡറോ ഒക്കെ തരുമെന്നായിരിക്കും ഓഫർ. ചില ആളുകൾ ഇച്ചിരി കൂടി വലിയ ഒരു സെഗ്മെൻറ്റിലേക്ക് പോകും. അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൂപ്പൺ തരും. ഈ കൂപ്പൺ ഒരു പ്രത്യേക ദിവസം നറുക്കെടുക്കും. ആ നറുക്കെടുപ്പിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫ്ലാറ്റ് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെൻസ് കാറ് തരും, അല്ലെങ്കിൽ ബൈക്ക് തരും, അല്ലെങ്കിൽ ആ കാർ തരും. ഇങ്ങനെ ഓരോരോ ഓഫറുകൾ തന്ന് ഈ ഉപഭോക്താക്കളെ വശീകരിച്ച് കൊണ്ട് തങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ എത്തിക്കുക എന്നുള്ള തന്ത്രം പല വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ട്. ഇത് വൻകിടക്കാർക്കാണ്, ഇത് വൻകിട മേഖലയിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ ചെറുകിട മേഖലയിലുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരുന്നുണ്ട്. അത്തരം ആളുകൾ പൂട്ടിപ്പോകുന്നുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചെറുകിടക്കാരായ ഒരുപാട് TV വിൽക്കുന്ന ആൾക്കാർ, ഫ്രിഡ്ജ് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ പൂട്ടി വൻകിട മേഖല, കുത്തക മേഖലയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സവിശേഷത കൂടി കാണുന്നുണ്ട്. കാരണം ഈ ഓണം, പൂജാ ഹോളിഡേയ്സ്, അതല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ്, ഈ സമയത്തൊക്കെ ഒരുപാട് ഓഫറുകൾ, നറുക്കെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഇവരെ കസ്റ്റമേഴ്സിനെ ഇവരുടെ കടയിലേക്ക് ഇവർ ആകർഷിച്ചെടുക്കുന്നുണ്ടെന്നുള്ള തന്ത്രം ഇവർ പിന്തുടരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള പ്രത്യേക ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നറുക്കെടുപ്പ് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും പല കടക്കാരും ഈ സാധനങ്ങൾ വിറ്റഴിച്ച് ലാഭം കൊയ്തതിന് ശേഷം നറുക്കെടുപ്പ് എന്ന ഒരു പ്രതിഭാസം നടത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ സാധനം വാങ്ങിയ ആളുകൾ വഞ്ചിതരാകുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ഫ്ലാറ്റ് കൊടുത്തു, ആർക്കൊക്കെ നറുക്കെടുപ്പ് നടത്തി കാറ് കൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യം ഒരു പൊതുവിവരം ഇവർ പുറത്തുവിടില്ല. ഇങ്ങനെയുള്ളത് ഇത്തരം പരസ്യങ്ങൾ, അതായത് നറുക്കെടുപ്പ് നടത്തി ഭാവിയിൽ നറുക്കെടുപ്പ് നടത്തുമെന്നും അതിന് വലിയ സമ്മാനങ്ങൾ തരുമെന്നും ഈ സാധനങ്ങൾ ഞങ്ങളുടെ കടയിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ സമ്മാനം കിട്ടുമെന്നുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉപഭോക്തൃ നിയമപ്രകാരം തെറ്റാണ്. അപ്പോൾ ഒരു സാധനം സങ്കല്പിക്കുക, ഒരു ഉപഭോക്താവ് ഒരു സാധനം ഒരു കടയിൽ പോയി വാങ്ങുന്നു. ആ കടയിൽ പോയി വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൂപ്പൺ ലഭിക്കുന്നു.
അദ്ദേഹത്തിനൊരു ഓഫർ ലഭിക്കുകയാണ്. ഈ കൂപ്പൺ നറുക്കെടുക്കുമ്പോൾ അത് ഒന്നാം സമ്മാനമായിട്ട് നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ലഭിക്കും, അല്ലെങ്കിൽ രണ്ടാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് 5 കാറുകളുണ്ടാവും, അല്ലെങ്കിൽ മൂന്നാം സമ്മാനമായിട്ട് 10 ബൈക്കുകളുണ്ടാകും എന്നുള്ള ഓഫറുകളൊക്കെ ഈ നറുക്കെടുപ്പ് നടത്തുമ്പോൾ ലഭിക്കും എന്നുള്ളൊരു ഓഫർ കണ്ടുകൊണ്ട് ഒരു ഉപഭോക്താവ് പോയി ഒരു സാധനം വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. കുറച്ച് നാൾ അദ്ദേഹം കാത്തിരിക്കുന്നു. 1, 2, 3 മാസം കഴിഞ്ഞിട്ട് ഈ നറുക്കെടുപ്പിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള യാതൊരു വിവരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഈ ഉപഭോക്താവിന് കൺസ്യൂമർ ആക്ട് പ്രകാരം ഉപഭോക്തൃ കോടതിയെ, എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ കോടതിയുണ്ട്, ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ എതിർകക്ഷിയായ വ്യാപാര സ്ഥാപനം ഈ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എതിർകക്ഷിയായ വ്യാപാര സ്ഥാപനം തീർച്ചയായിട്ടും എന്ന് നറുക്കെടുപ്പ് നടത്തി, എന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്, ആരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത്, എവിടെ വച്ചാണ് നറുക്കെടുപ്പ് നടത്തിയത്, ആരൊക്കെയാണ് ഇതിൽ വിജയികൾ, ഇവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്തോ എന്നുള്ള കാര്യമെല്ലാം കോടതിയിൽ പറയേണ്ടി വരും. പല ഉപഭോക്താക്കൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരുമായിരിക്കും നറുക്കെടുപ്പ് നടത്തിയതുമായിരിക്കും. സത്യത്തിൽ പലരും നറുക്കെടുപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നുണ്ട്. മിക്ക ഉപഭോക്താക്കളും ഇതിനെതിരെ പ്രതികരിക്കാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഉപഭോക്തൃ കോടതിയിൽ എങ്ങനെ പോകണം, ഇതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് വ്യക്തമായ ധാരണയില്ല. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ പിറകെ പോയി നമ്മൾ വഞ്ചിതരാകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്കുണ്ടായ ആ വഞ്ചനയ്ക്കെതിരെ ഉപഭോക്തൃ കോടതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. 1000 പേർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഈ 1000 പേരുടെ ആളുകളോടും പറയുന്നു നറുക്കെടുപ്പ് നടത്തുന്നു പറയുന്നു, പക്ഷെ നറുക്കെടുപ്പ് നടത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ 1000 പേരിൽ ഒരു 10 പേരെങ്കിലും ഉപഭോക്തൃ കോടതിയെ സമീപിക്കണം. ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് നിങ്ങളുടെ കേസ് നിങ്ങൾ ഉപഭോക്തൃ കോടതിയിൽ ഫയൽ ചെയ്യണം. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു പാഠമായിരിക്കും. നിങ്ങൾ ഉപഭോക്താവ് എന്ന നിലയിൽ ഈ പൊതുസമൂഹത്തിന് ഒരു മാതൃകയുമായിരിക്കും എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ ആദ്യം ഒരു കൺസ്യൂമർ ആവണം എന്നൊരു കാര്യത്തിൽ പ്രത്യേകം പറയുന്നു. കാര്യം ഈ ഒരു പത്രപരസ്യം കണ്ടിട്ട്, ഈ പത്രപരസ്യം കണ്ടതിന് ശേഷം നിങ്ങൾ ആ കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു സാധനം വാങ്ങി അങ്ങനെ നിങ്ങളൊരു ഉപഭോക്താവണം. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള ഓഫറിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിറ്റേ ദിവസം തന്നെ ഈ കടയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവിടെ വന്നിരുന്നു, ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അപ്പോൾ ഈ ഓഫറിൽ പറഞ്ഞ സാധനം ലഭിക്കാതെ വേറൊരു സാധനമാണ് ഞങ്ങൾ വാങ്ങി പോകുന്നത് എന്നുള്ള കാര്യം അവരെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ മറുപടി എന്താണെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ 1, 2, 3 കമ്മ്യൂണിക്കേഷൻ ഈ കടയുമായി ഉണ്ടായതിന് ശേഷം നിങ്ങൾ വാങ്ങിയ ബില്ലുമായിട്ട് ഈ പത്രപരസ്യവുമായിട്ട് നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ്. കൺസ്യൂമർ ആക്ട് 2019 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് പാടില്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, ഉപഭോക്താവിന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പാടില്ല എന്ന് അടിവരയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഇത്തരം പരസ്യങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കാവുന്നതാണ്. നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് നമുക്കുണ്ടായ യഥാർത്ഥ നഷ്ടങ്ങൾ. നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് ഫുഡ് പോയ്സണായി നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് ഒരു പക്ഷേ ജോലിക്ക് പോകുവാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മാസം നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടം അതൊന്ന്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ചെലവ്, ആ ഒരു മാസം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഹോസ്പിറ്റൽ ചെലവ്, മരുന്നുകളുടെ ചെലവ്, നിങ്ങൾക്ക് മറ്റു ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നഷ്ടമായിട്ട് വകവെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തിയാൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം അതിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളൊരു TV വാങ്ങിയിട്ട് അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്തായിരിക്കും ലോകകപ്പ് ഫുട്ബോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ലോകകപ്പ് ഫുട്ബോൾ, നിങ്ങളൊരു ഫുട്ബോൾ ആരാധകനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ TV വാങ്ങിയിരിക്കുന്നത് ഈ ലോകകപ്പ് ഫുട്ബോൾ കാണുവാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ അത് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായ നഷ്ടം അത് വളരെ വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി മാത്രം വാങ്ങിയാണ് നിങ്ങൾ ആ സമയത്ത് ആ TV. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഈ TV കംപ്ലൈൻ്റ് ആയത് കൊണ്ട് നിങ്ങൾ വേറൊരു TV 45,000 രൂപ കൊടുത്ത് വാങ്ങി. അതിൻ്റെ ബില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ
പുതുതായി വാങ്ങിയ ടി വിയുടെ വിലയും ഈ പഴയ ടി വിയുടെ വിലയും നിങ്ങൾക്ക് ആ സമയത്ത് ഈ ഫുട്ബോൾ കമ്പം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഫുട്ബോൾ ആരാധകനാണെന്ന അടിസ്ഥാനത്തിൽ ആ സമയത്ത് നിങ്ങൾക്കുണ്ടായ ആ കാണാതെ ആ മാച്ച് കാണാതെ വന്നപ്പോൾ ഉണ്ടായെന്ന മാനസിക വ്യത, ആ വ്യതയ്ക്ക് അത് വളരെ അമൂല്യമാണ്. അതിന് വേണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ, അത് എന്താണെന്ന് നിശ്ചയിക്കുന്ന ആ തുകയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അവകാശപ്പെടാവുന്നതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊടുക്കുന്നത് എപ്പോഴായാലും പ്രശ്നമുണ്ടാക്കും. കാരണം പഴയ കാലം പോലെയൊന്നുമല്ല. ഉപഭോക്താക്കൾക്ക് ഒരുപാട് അവയർനെസ് കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.